सबको मेरा नमस्कार. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗംഗാമയ്യ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഗംഗാ നദീൻ്റെ സ്പെഷ്യാലിറ്റികൾ കുറച്ച് പറഞ്ഞു. ഇനി അടുത്തത് നോക്കാം. किंतु गंगा के दर्शन का एक ही प्रकार नहीं है. गंगोत्री के पास के हिमाच्छादित प्रदेशों में इसका खिलाड़ी कन्या रूप, उत्तरकाशी की ओर चीटा देवदार के काव्यमय प्रदेश में मुग्धा रूप, देवप्रयाग के पहाड़ी और संखारे प्रदेश में चमकीली अलनंदा के साथ उसकी अटखोलियाँ, लक्ष्मण झूले की विकराल दृष्टि में से जुड़ने के बाद हरदौर के पास उसका अनेक धाराओं में स्वच्छंद विहार, कानपुर से सटकर जाता हुआ उसका इतिहास प्रसिद्ध प्रवाह के विशाल पट पर हुआ उसका कालिंदी के साथ का त्रिवेणी संगम, हर एक की शोभा कुछ निराली ही है. അപ്പോൾ ഈ മറ്റുള്ള നദികളെക്കാട്ടിലും വ്യത്യസ്തമായിട്ടാണ് ഗംഗയുള്ളത്, ഇല്ലെങ്കിൽ ഗംഗ പുണ്യ നദിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഗംഗേൻ്റെ ദർശനം, നമുക്ക് ഗംഗയുടെ ദർശനം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ഗംഗോത്രീൻ്റെ അടുത്ത് എന്താണ്, ഭയങ്കര അഖിലാടി തുള്ളിക്കളിക്കുന്ന ഒരു കന്യ, ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ പോലെയാണ് ഗംഗ. അതുപോലെ देवप्रयाग के पहाड़ी और संघरे प्रदेश में चमकीली अलनंदा के साथ उसकी अटखेलियाँ, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പ്രദേശത്ത് ഓരോ രീതിയിലാണ് ഗംഗേനെ കാണാൻ കഴിയുന്നത്. സ്വച്ഛന്ദ വിഹാറാണ് കാൺപൂരിൽ അവളുടെ ഇതിഹാസ പ്രസിദ്ധമായിട്ടുള്ള പ്രവാഹം, ഗംഗാ നദി എന്നുള്ള ഇതിഹാസപരമായിട്ടുള്ള ഒരു പ്രവാഹം കാണാൻ കഴിയും. പ്രയാഗിൽ വിശാലമായിട്ട് ഒഴുകുന്ന, കാളിന്തിൻ്റെ കൂടെ ഒഴുകുന്ന ഗംഗാ നദി, ത്രിവേണി സംഗമമൊക്കെ പ്രയാഗിലാണുള്ളത്. അങ്ങനെ അവർണ്ണീയമായിട്ടുള്ള നിരാലിയായിട്ടുള്ള ഗംഗേൻ്റെ ശോഭ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ഈ ദൃശ്യ ദേഖ്നെ പർ ദൂസരെ കി കൽപ്പന നഹി ഹോ സക്തി. ഈ ഒരു ദൃശ്യം കണ്ടാൽ മറ്റേ ഇതുപോലെ തന്നെയാണ് അപ്പുറത്ത് ഒഴുകുന്നതെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ രീതിയിലാണ് ഗംഗേൻ്റെ ഒഴുക്ക്. हर एक का सौंदर्य अलग, हर एक का भाव अलग, हर एक का वातावरण अलग, हर एक का മാഹാത്മ്യം अलग. ഓരോന്നിൻ്റെയും സൗന്ദര്യം വ്യത്യാസമാണ്, ഓരോന്നിൻ്റെയും ഒഴുകുന്ന ഭാവം വ്യത്യാസമാണ്, ഓരോന്നിൻ്റെയും ചുറ്റുപാട് വ്യത്യാസമാണ്, ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ്, മാഹാത്മ്യം, പ്രസിദ്ധി വ്യത്യാസമാണ്. प्रयाग से गंगा अलग ही स्वरूप धारण कर लेती है. गंगोत्री से लेकर प्रयाग तक की गंगा वर्तमान होते हुए भी एक रूप मानी जा सकती है. പ്രയാഗിൽ നിന്നും ഒഴുകുന്ന ഗംഗ അവളുടെ വേറൊരു സ്വരൂപമാണ്, വേറൊരു സ്ട്രക്ചറാണ് ഗംഗയ്ക്ക് ഉണ്ടാവുന്നത്. ഗംഗോത്രിയിൽ നിന്നും ഒഴുകുന്ന ഗംഗ പ്രയാഗ് എത്തുമ്പോഴത്തേനും ഒരു വർദ്ധമാൻ ഹോത്തെ ഹുയേ ബി, അനേക ആയിട്ട് ഒഴുകുന്നുണ്ടെങ്കിലും ഒരു ഏകരൂപ് മാനി ജാ സക്തി ഹേ, ഒരേ രൂപത്തിലാണ് ഗംഗ. പ്രയാഗിൽ നിന്നും വരുന്ന ഗംഗേൻ്റെ സ്ട്രക്ചറിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഗംഗോത്രിയിൽ നിന്നും പ്രയാഗ് എത്തുമ്പോൾ ഉള്ള ഗംഗേൻ്റെ ഒഴുക്ക് ഏകദേശം ഒരേ രൂപത്തിലാണ്. കിന്തു പ്രയാഗ് കെ പാസ് ഉസേ യമുന ആക്കർ മിൽത്തി ഹേ. പക്ഷേ പ്രയാഗ് എത്തുമ്പോൾ അവൾക്ക് യമുന ആക്കർ മിൽത്തി ഹേ, ആ നദി എന്താണ്, യമുനയായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. യമുനാക്കാത്ത പഹലെ സേ ഹി ദോഹറ പാട് ഹേ. യമുനേൻ്റെ കൂടെ ആദ്യം ഇത് രണ്ടാമത്തെ റീച്ചാണ്. ആദ്യം ഒന്ന് ടച്ചായിട്ട് വീണ്ടും ഇതൊരു രണ്ടാമത്തെ റീച്ചാണ് ഗംഗയും യമുനയും തമ്മിലുള്ളത്. വഹ് ഖേൽത്തി ഹേ കൂത്തി ഹേ കിന്തു ക്രീഡാസക്ത് നഹി മാലൂം ഹോത്തി. അവർ തുള്ളി കളിക്കുന്നുണ്ട്, ചാടുന്നുണ്ട്. പക്ഷെ ഗംഗയാണെങ്കിലും യമുനയാണെങ്കിലും, മീൻസ് ഗംഗ ചേരുമ്പോൾ അത് യമുനയായിട്ട് മാറുകയാണ്. പക്ഷെ അത് ശാന്തസുന്ദരമായിട്ട് ഒഴുകുന്ന ഒരു നദിയാണ്. തുള്ളിച്ചാടി കളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ യമുന എന്താണ്, കുറച്ചും കൂടി ശാന്തമാണ് എന്ന് പറയാണ്. ഗംഗ ശകുന്തള ജേസി തപസ്വി കന്യാ ദിഖാത്തി ഹേ. ഗംഗ ശകുന്തളനെ പോലെ ഭയങ്കര ഒരു തപസ്വിനി, എന്താ പറയുക, സന്യാസിനി ആയിട്ടുള്ള, കാമൻ ക്വയറ്റായിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡീനെ പോലെയാണ് ഗംഗ ഒഴുകുന്നത്. കാളി യമുന ദ്രൗപദി ജൈസി മാന്യ രാജകന്യ മാലൂം ഹോത്തി ഹേ. കറുത്ത യമുന, കറുത്തതായിട്ട് ഒഴുകുന്ന യമുന ദ്രൗപദിനെ പോലെ, രാജകന്യനെ പോലെ, ദ്രൗപദിയായിട്ടുള്ള ഇല്ലെങ്കിൽ രാജകന്യായിട്ടുള്ള ദ്രൗപദിയെ പോലെ നല്ല പ്രൗഡായിട്ടുള്ള രീതിയിലാണ് ഗംഗ ഒഴുകുന്നത്. ഇല്ലെങ്കിൽ കാലി യമുനേനെ ദ്രൗപദി ആയിട്ടാണ്
കണക്കാക്കുന്നത്. शर्मिष्ठा और देवयानी की कथा जब हम सुनते हैं तब भी प्रयाग के पास गंगा और यमुना के बड़ी कठिनाई के साथ मिलते हुए शुक्ल कृष्ण प्रवाहों का स्मरण हो आता है. യയാതി എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. വിഷ്ണു ഖണ്ഡേക്കർ എഴുതിയിട്ടുള്ള അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഒരു നോവലാണ്. അതിൽ യയാതിയിൽ 2 നായികമാരാണ് ശർമിഷ്ഠയും ദേവയാനിയും. ഒരാൾ നല്ലോണം കറുത്തിട്ടും ഒരാൾ നല്ലോണം വെളുത്തിട്ടുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും സുന്ദരിമാരാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക്, ഇല്ലെങ്കിൽ അവരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗംഗയെയും, നല്ല വെളുത്ത ഗംഗയെയും അതുപോലെ കറുത്ത യമുനേൻ്റെയും കഥ, അവർ രണ്ടാളിനെയും കൂടെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ശുക്ല കൃഷ്ണ പ്രവാഹം കി സ്മരണ ഹോത്താ ഹെ, കറുത്ത വാവും വെളുത്ത വാവും പോലുള്ള സ്മരണയും ശർമിഷ്ഠയും അതുപോലെ തന്നെ ദേവയാനിയും ഒരുമിക്കുന്നുള്ള അവരെ രണ്ടുപേരെയും കാണുന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഗംഗേനെയും യമുനേനെയും കാണുമ്പോൾ തോന്നും. हिंदुस्तान में अनगिनत नदियाँ है इसलिए संगमों का भी कोई पार नहीं है. ഹിന്ദുസ്ഥാനിൽ ഇഷ്ടംപോലെ നദികളുണ്ട്, എണ്ണിയാൽ തീരാത്ത നദികളുണ്ട്. അതുപോലെ തന്നെയാണ് അതിൻ്റെ സംഗമസ്ഥാനത്തിനും ഒരു ലിമിറ്റില്ല. इन सभी संगमों में हमारे पुरखों ने गंगा यमुना का ये संगम सबसे अधिक पसंद किया है और इसलिए उनका प्रयागराज जैसा गौरवपूर्ण नाम रखा है. ഒരുപാട് സംഗമ സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ പൂർവികർക്ക്, നമ്മുടെ ഹിന്ദുസ്ഥാനിലെ പൂർവികർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗമസ്ഥാനം ഗംഗയും യമുനയും കൂടിച്ചേരുമ്പോഴുള്ള സംഗമസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അതിനെ പ്രയാഗരാജ്, ആ ഒരു സംഗമസ്ഥലത്തെ പ്രയാഗരാജ് എന്നുള്ള ഗൗരവപൂർണ്ണമായിട്ടുള്ള പേരിട്ട് വിളിക്കുന്നത്. हिंदुस्तान में मुसलमानों के आने के बाद जिस प्रकार हिंदुस्तान के इतिहास का रूप बदला, उसी प्रकार दिल्ली, आगरा और मथुरा वृंदावन के समीप से आते हुए यमुना के प्रवाह के कारण ഗംഗ കാ സ്വരൂപ് भी प्रयाग के बाद बिल्कुल बदल गया. നമ്മുടെ ഹിന്ദുസ്ഥാനിൽ മുസൽമാൻ വന്നതിന് ശേഷം എങ്ങനെയാണോ ഹിന്ദുസ്ഥാൻ്റെ ഹിസ്റ്ററിയിൽ ചെറിയ വ്യത്യാസം വന്നത്, അതുപോലെ തന്നെ ദില്ലി, ആഗ്രയിലൂടെ ഒഴുകുന്ന, അല്ലെങ്കിൽ അവിടുത്തെ നദിക്കും മധുര വൃന്ദാവനിൽ അതിൻ്റെ അടുത്തു കൂടെ പോകുന്ന യമുന നദീൻ്റെ പ്രവാഹത്തിലും, യമുന നദിയുടെ പ്രവാഹം കാരണം ഗംഗേൻ്റെ സ്വരൂപിലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഹിന്ദുസ്ഥാനിൽ എങ്ങനെയാണോ നമ്മുടെ മുസൽമാൻ ഭരിക്കാൻ വന്നത്, അപ്പോൾ ചെറിയ സ്ട്രക്ചറിനും ഇല്ലെങ്കിൽ നമ്മുടെ ആർക്കിടെക്ചർ ഇല്ലെങ്കിൽ വാസ്തുശില്പം അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നത്, അതുപോലെ ദില്ലി മുതൽ ആഗ്രയും അതുപോലെ മധുര മുതൽ വൃന്ദാവനത്തും ആ ഒരു സ്ഥലത്ത് ഒഴുകുന്ന ഗംഗയ്ക്ക് യമുന കാരണം ചെറിയ വ്യത്യാസം, സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. प्रयाग के बाद गंगा कुलवधु की तरह गंभीर और सौभाग्यवती दिखाती है. പ്രയാഗിന് ശേഷം ഗംഗ ഒരു കുലവധു ഇല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൗഭാഗ്യവതിയായിട്ടുള്ള കുലവധുവിനെ പോലെയാണ് ഗംഗയെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്. इसके बाद उसमें बड़ी बड़ी नदियाँ मिलती जाती है. यमुना का जल मथुरा वृंदावन से श्री कृष्ण के स्मरण अर्पण करता है, जबकि अयोध्या होकर आने वाली सरयू आदर्श राजा रामचंद्र के प्रतापी. അവിടെ എന്നിട്ട് നമ്മൾ മധുര കഴിഞ്ഞിട്ട് മധുര വൃന്ദാവൻ എത്തുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ മുഴുവൻ ഓർമ്മകളെയും നമുക്ക് അർപ്പിച്ചുകൊണ്ട്, മുഴുവൻ ഓർമ്മകളെയും വഹിച്ചുകൊണ്ട് ഗംഗ ഒഴുകുന്നുണ്ട്. അതിനുശേഷം ആ ഗംഗ അയോധ്യയിലെത്തുമ്പോൾ സരയൂ നദിയായി മാറുകയും അവിടെ നിന്ന് ശ്രീരാമചന്ദ്രനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നമുക്ക് അതുപോലെ തന്നെ കരുണ ജീവൻ കി സ്മൃതിയാം ലാത്തി ഹെ. ആ സരയൂ നദി ശ്രീരാമചന്ദ്രൻ്റെ പ്രതാപിയും ഭയങ്കര ഗംഭീരവും അതുപോലെ തന്നെ കരുണ നിറഞ്ഞ ജീവിതത്തിനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദക്ഷിൺ കി ഓർ സെ ആനെ വാലി ചമ്പൽ നദി രന്തിദേവ് കെ യജ്ഞജ്ഞാൻ കി ബാത്തേം കർത്തി ഹെ. സൗത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദി ചമ്പൽ നദി രന്തിദേവിൻ്റെ യജ്ഞയാഗത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ജബ് കി മഹാൻ കോലാഹൽ കർത്താ ഹുവ शोणभद्र गजग्राह के दारुण द्वंद्व युद्ध की जाहि कराता है. അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് മഹാനായിട്ടുള്ള ശോണഭദ്ര ഗജഗ്രാഹിൻ്റെ ദ്വന്ദ്വയുദ്ധത്തെക്കുറിച്ചും ഓർമ്മകൾ ഇങ്ങനെ തലപൊക്കുന്നുണ്ട്. इस प्रकार हष्टपुष्ट बनी हुई गंगा पाटलिपुत्र के पास मगध साम्राज्य की जैसी
വിസ്തീർണ ഹോ ജാത്തി ഹെ. ഇങ്ങനെ ഓർമ്മകൾ കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഗംഗ പാടലിപുത്രത്തിൽ എത്തുമ്പോൾ എന്താണ്, മഗധ സാമ്രാജ്യത്തിൻ്റെ വിസ്തീർണമായിട്ടുള്ള ഓർമ്മകൾ നമ്മൾക്ക് പങ്കുവെച്ചു തരുന്നു. फिर भी घन की अपना अमूल्य कर भार लाते हुए किचकिचाई नहीं. जनक और अशोकी, बुद्ध और महावीर की प्राचीन भूमि से निकल कर आगे बढ़ते समय गंगा मानो सोच में पड़ जाती है कि कहाँ जाना चाहिए. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ വഹിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഗംഗ ജനക മഹാരാജാവിൻ്റെയും അശോകൻ്റെയും ശ്രീബുദ്ധൻ്റെയും മഹാവീറിൻ്റെയും എല്ലാം പ്രാചീന ഭൂമിയിലൂടെ കടന്നു വന്നിട്ട് നിൽക്കുന്ന ഗംഗ ഇനി ആലോചിക്കുകയാണ് ഇനി എവിടേക്കാണ് പോകേണ്ടത് എന്ന്. जब इतनी प्रचंड वारी राशि अपने अमोघ वेग से पूर्व की ओर बह रही हो तब उसे दक्षिण की ओर मोड़ना क्या कोई आसान बात है. അപ്പം ഇത്രയും വാരരാശി ഇല്ലെങ്കിൽ പ്രചണ്ഡ് കഴിഞ്ഞ ഒരുപാട് കാലത്തിന് തൻ്റെ വേഗത്തിലൂടെ ഗംഗ വഹിച്ച് മുന്നോട്ട് വരുന്നു. ഇനി വീണ്ടും ഈസ്റ്റിലേക്ക് ഒഴുകി പോകണോ എന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒഴുകുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന് ഗംഗ ആലോചിക്കുകയാണ്. ഫിർ ബി വോ ഉസ് ഓർ മുഡ് ഗയി ഹേ സഹി. വീണ്ടും അവൾ ആ ദിശയിലേക്ക് തന്നെ ഒഴുകുകയാണ്. ദോ സമ്രാട്ട് യാ ദോ ജഗദ്ഗുരു ജൈസെ ഏക് ദൂസരെ സെ നഹി മിൽത്തെ വൈസാ ഹി ഗംഗ ഓർ ബ്രഹ്മപുത്ര കാ ഹാൽ ഹേ. അതിനുശേഷം എങ്ങനെയാണോ രണ്ട് സമ്രാട്ടുകൾ, രണ്ട് സുൽത്താൻമാർ, അല്ലെങ്കിൽ രണ്ട് രാജാക്കന്മാർ, അല്ലെങ്കിൽ രണ്ട് ജഗദ്ഗുരുകൾ രണ്ടുപേരും പരസ്പരം കാണാതെ അവരുടേതായിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്, അതുപോലെ രണ്ട് വലിയ നദികളാണ് ഗംഗയും ബ്രഹ്മപുത്രയും. ब्रह्मपुत्र हिमालय के उस पार का सारा पानी लेकर आराम से होती हुई पश्चिम की ओर आती है और गंगा उस ओर से पूर्व की ओर बढ़ती है. ബ്രഹ്മപുത്ര ഭയങ്കര സമാധാനത്തിൽ ആസാംസെ ഹിമാലയത്തിലുള്ള മുഴുവൻ വെള്ളങ്ങളെയും എടുത്തുകൊണ്ട് ആസാംസെ ഹോത്തി ഹുയെ, ആറാം എന്നാണ് കേട്ടോ ഇതിൽ, ഭയങ്കര ആരാമത്തിൽ പശ്ചിം സൈഡിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. ഗംഗയാണെങ്കിൽ അവിടെ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒഴുകുന്നുണ്ട്. ഈസ്റ്റ് പൂർവ്വക്ക് ഓർ ബഡ്ത്തി ഹേ, ഈസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഉനിക്ക് ആംനെ സാമനെ ബേണ്ട് കൈസി ഹോ. ഇപ്പോൾ രണ്ടുപേരും വിപരീത ഓപ്പോസിറ്റ് സൈഡിൽ ഒഴുകിയാൽ എങ്ങനെ കാണാനാണ്. കോൺ കിസ്കാ സാമനെ പഹലെ ചുക്കെ, ആർക്ക് ആദ്യം വഴി കൊടുക്കും. കോൺ കിസെ പെഹലെ രാസ്തേ ദേ, ആരുടെ മുന്നിൽ ആദ്യം തലകുനിക്കും, അല്ലെങ്കിൽ ആർക്ക് വഴി കൊടുക്കും. അന്ത് മേ ദോനോ ने तय किया कि दोनों को दाक्षिण्य धारणा कर सरितपदी के दर्शन के लिए जाना चाहिए और भक्ति नम्र होकर जाते जाते जहाँ संभव हो रास्ते में एक दूसरे से मिल लेना चाहिए. അവസാനം രണ്ടുപേരും തീരുമാനിച്ചു, രണ്ടുപേരും അവരുടെ ഇഷ്ടത്തിന് ഒഴുകുക. എന്നിട്ട് നദീദേവീനെ ആരാണോ ആദ്യം ദർശിക്കുന്നത് രണ്ടുപേരും നദീദേവീനെ ദർശിക്കാനാണ് പോകുന്നത്. അവിടെ ഭക്തിയിൽ മുഴുകിയിട്ട് രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുക. രാസ്ത ഏക് ദൂസരെ സെ മില്ലേന ചാഹിയെ. വഴിയിൽ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത്, അവിടെ വഴിയിൽ വെച്ച് പരസ്പരം കാണാം എന്ന് विचारिक्यान. इस प्रकार से गो आलंदों के पास जब गंगा और ब्रह्मपुत्र का विशाल जल आकर मिलता है तब मन में संदेह पैदा होता है कि सागर या क्या होता होगा. ഇങ്ങനെ രണ്ടുപേരും ബ്രഹ്മപുത്രയും ഗംഗയും കൂടെ ഒരുമിച്ച് വന്ന് ചേരുന്ന സ്ഥലത്ത് നദിക്ക് എന്ത് പറ്റുമെന്ന് നമുക്കൊരു സംശയം ഉണ്ടാകും. കാരണം രണ്ടും വലിയ നദികളാണ്, പ്രൗഢഗംഭീരമായിട്ടുള്ള നദികളാണ്. വിജയ് പ്രാപ്ത് करने के बाद कसी हुई घटी सेना भी जिस प्रकार अव्यवस्थित हो जाती है और विजय वीर मन में आए वैसे जहाँ तहाँ घूमते हैं, उसी प्रकार का हाल इसके बाद इन दो महानदियों का होता है. അതായത് ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിജയം നേടിയ ആൾ എങ്ങനെയാണോ അവരുടെ സേനകൾ അവിടെ അവ്യവസ്ഥയായിട്ട് കിടക്കുന്നത്, ഇല്ലെങ്കിൽ വിജയിച്ച ആൾക്കാർ എങ്ങനെയാണോ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായുന്നത്, ഓടുന്നത്, അതുപോലെയാണ് ഈ രണ്ട് നദികളുടെയും അവസ്ഥ. രണ്ടും കൂടെ ഒരുമിച്ചൊരു സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ കൈവഴികൾ എല്ലാം കൂടി ഇങ്ങനെ ചിന്നിച്ചിതറി അവ്യവസ്ഥയായിട്ടുള്ള രീതിയിലാണ് നദികൾ ഒഴുകി രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത്.
ഒരുമിച്ച് ചേരുന്നത്. हर एक प्रवाह का नाम अलग अलग है और कुछ प्रवाहों के एक से भी अधिक नाम है. ഇവരുടെ കൈവഴികളായിട്ട് ഒഴുകുന്ന ഓരോ നദിക്കും ഓരോ പേരുണ്ട്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട്. ഗംഗ और ब्रह्मपुत्र एक होकर पद्मा का नाम धारण करती है. ഗംഗയും ബ്രഹ്മപുത്രയും ഒരുമിച്ചൊഴുകുന്ന ആ നദി ഒരുമിച്ച് ചേരുന്ന ആ സ്ഥലത്തെ പത്മ എന്നാണ് പറയുന്നത്, ഇല്ലെങ്കിൽ അത് പിന്നീട് പത്മ നദിയായിട്ട് ഒഴുകുകയാണ്. ही आगे जाकर मेघना के नाम से पुकारी जाती है. ഈ പത്മ നദി ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് ഒഴുകുന്ന സ്ഥലത്തെ പത്മ എന്ന് പറയുന്നു. ആ പത്മ നദി കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേഘ്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ അനേകമുഖി ഗംഗ കഹാൻ ജാത്തി ഹെ. ഈ അനേക മുഖങ്ങളുള്ള ഗംഗ എങ്ങോട്ടാണ് പോയത്? സുന്ദർവൻ മേ ഭേന്ദ് കെ ചുണ്ട് ഉഗാനി. നല്ല മനോഹരമായ കാട്ടിൽ ചൂരൽ ഒരുമിച്ച് വളരുന്ന സ്ഥലത്തേക്ക് പോയതാണോ? അതോ സാഗർ പുത്രോं की वासना को तृप्त कर उसका उद्धार करने. അതോ കടലിൻ്റെ മക്കൾക്ക് നല്ല തൃപ്തിയായിട്ടുള്ള സമാധാനമായിട്ടുള്ള ജീവിതം നൽകാൻ വേണ്ടി അങ്ങോട്ട് പോയതാണോ? ആജ് ജാക്കർ ആപ് ദേखेंगे तो हम पुराने काव्य का कुछ भी शेष नहीं होगा. അപ്പം ഇത്രയും ഗംഗേനെ കുറിച്ച് പറഞ്ഞു. ഓരോ പുരാണത്തിലും ഓരോ രാജാക്കന്മാരുടെയും ഓരോ അവതാര പുരുഷന്മാരുടെയും എല്ലാ കഥകളിലും നമ്മുടെ ഗംഗാ നദീൻ്റെ ഒരു മഹാത്മ്യം, ഒരു ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഒന്നും തന്നെ ശേഷിച്ചിട്ടില്ല, ഒന്നും തന്നെ ബാലൻസ് ഇല്ല. जहाँ देखो वहाँ पटसन की बेरियां बनाने वाली मिले और ऐसे ही दूसरे बेहूदे मिस्री കാൽ ഗാനം ദീപടേങ്കെ. നമ്മൾ എവിടെ നോക്കിയാലും അവിടെയൊക്കെ ജൂട്ടിൻ്റെ, പട്സൻ എന്ന് വെച്ചാൽ ജൂട്ടിൻ്റെ ചാക്കുകൾ ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ വലിയ വലിയ ബെഹദ് മിസ്രി സിമ്പിളായിട്ടുള്ള വലിയ ഖാർഗാനവും ദീപടേങ്കെ ഒരുപാട് വ്യവസായശാലകളും കാണാൻ പറ്റും. जहाँ से हिंदुस्तानी कारीगरी की असंख्य वस्तुएं हिंदुस्तानी जहाज से लंका या जावा द्वीप तक जाती थी, उसी रास्ते में अब विलायती और जापानी आगबैंड विदेशी कारखानों में बना हुआ बद्धा माल हिंदुस्तान के बाजारों में डालने के लिए आती हुई दिखाई देती है. പണ്ട് നമ്മുടെ ഹിന്ദുസ്ഥാൻ തൊഴിലാളികൾ അസംഖ്യ വസ്തുക്കൾ ഹിന്ദുസ്ഥാനി കപ്പലുകളിൽ പുറത്തേക്ക് ലങ്കയ്ക്കും ജാവ ദ്വീപുകളിലേക്കും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു, ഇല്ലെങ്കിൽ പോകുമായിരുന്നു. ആ വഴിയിൽ ഇന്ന് കാണാൻ പറ്റുന്നത് വിലായത്തി ഔർ ജാപ്പാനി ആഗ്ബേൻഡോ, വിദേശത്തു നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെ വരുന്ന സ്റ്റീം യന്ത്രങ്ങൾ നമ്മുടെ വ്യവസായശാലകളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ബാസാറിൽ, ഹിന്ദുസ്ഥാൻ മാർക്കറ്റുകളിൽ അതെല്ലാം കൊണ്ടുവന്ന് വിദേശത്തുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. गंगा मैया पहले ही की तरह हमें अनेक प्रकार की स्मृति प्रदान करती जाती है. ഗംഗാ മയ്യ ആദ്യത്തേനെക്കാട്ടിലും ഒരുപാട് സ്മൃതി നമുക്കിപ്പോൾ തരുന്നുണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി ഇല്ലെങ്കിൽ പുരാണത്തിലുള്ള ഗംഗാമയ്യ മാത്രമല്ല, ഗംഗേൻ്റെ തീരത്തു കൂടെ നമ്മുടെ ആൾക്കാർ നടത്തിയിരുന്ന കച്ചവടത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറിയതിൻ്റെ ഒരു ഓർമ്മയും ഗംഗ നമുക്ക് തരുന്നുണ്ട്. കിന്തു ഹമാരെ നിർബല ഹാത്ത് ഉസ്കോ ഉഠാ നഹീ സക്തെ. പക്ഷെ നമ്മുടെ നിർബലമായിട്ടുള്ള, നമ്മുടെ ബലമില്ലാത്ത കൈകൊണ്ട് ഒരിക്കലും ഗംഗേനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. ഗംഗാ മയ്യ എ ദൃശ്യ ദേഖ്ന തേരി കിസ്മത് മേ കബ് തക് ബതാ ഹേ. ഗംഗാ മയ്യ, അമ്മേ, ഗംഗാമാതാവേ, ഈ ദൃശ്യം കാണാൻ എൻ്റെ ഈ കിസ്മത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ബാക്കിയുള്ള ജീവിതത്തിൽ ഇനിയും എത്ര ബാക്കിയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഗംഗാനദി ഇന്ന് ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഒരു നദിയാണ്. കാരണം ഗംഗാ ഡോൾഫിൻ, ശുദ്ധജലത്തിൽ വളരുന്ന ഗംഗാ ഡോൾഫിനാണ് നമ്മുടെ ദേശീയ മൃഗം എന്നൊക്കെ പറയുക. ഗംഗാ ഡോൾഫിനൊക്കെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ദേശീയ മൃഗമല്ല കേട്ടോ, ദേശീയ മത്സ്യം ഗംഗാ ഡോൾഫിനാണ്. പക്ഷേ അത് ശുദ്ധജലത്തിലാണ് വളരുന്നത്. ശുദ്ധജലം ഇന്ന് അശുദ്ധജലമായിട്ട് മാറി, അവിടെ ഗംഗാ ഡോൾഫിനുകളുടെ വംശനാശം സംഭവിച്ചു. അപ്പോൾ ഒരുപാട് സ്മൃതികൾ നൽകുന്ന, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഗംഗാ നദീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു നിബന്ധയിലൂടെ കാക്ക കാലേൽക്കർ ശ്രമിച്ചിരിക്കുന്നത്.